ചിത്കുലെത്തി ഞങ്ങളെ അവിടെയുള്ള ആർമിക്കാർ ക്യാമ്പിലേക്ക് ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചു. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യ ടിബറ്റ് ബോർഡർ പങ്കിടുന്ന ഇന്ത്യയിലെ അവസാനത്തെ വില്ലേജ് എന്നറിയപ്പെടുന്ന ചിത്കുളാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നോക്കിയാലോ. രാവിലെ തന്നെ 9:30 PO എന്ന് ചിത്കുലേക്ക് പോകുന്ന ഈ ഒരു ബസ്സിൽ 150 രൂപ ടിക്കറ്റ് കൊടുത്ത് ഫ്രണ്ട് സീറ്റിൽ തന്നെ പോയിരുന്നു. വെളിയിലെ ഡേഞ്ചർ റോഡുകളിൽ ഒന്നായ കിന്നൂർ വാലിയിലൂടെയാണ് ചിത്കുലേക്കുള്ള യാത്ര. പാറകൾ തുറന്നുണ്ടാക്കിയ ഇതുപോലുള്ള വഴി ആയതുകൊണ്ട് കൗതുകവും പേടിയും എല്ലാം കൂടി മിക്സ് ആയിരുന്നു കേട്ടോ. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ ഇതേപോലെ ഏതെങ്കിലും ഒരു വണ്ടി മാറിക്കൊടുക്കാൻ പോകാനായിട്ട് ഒരു വഴിയില്ല. അങ്ങനെ ഞങ്ങൾ ഈ ചിത്കുലെത്തി എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഒരു ടെന്റും സ്ലീപ്പിംഗ് ബാഗ് ആയിട്ട് വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ടെന്റ് അടിക്കൽ അത്ര പോസിബിൾ അല്ല. എത്തിയ സ്ഥിതിക്ക് കണ്ണിൽ കണ്ടത് ഫോണിൽ പകർത്താനായിട്ട് അടുത്തുള്ള റിവറിന്റെ സൈഡിലേക്ക് പോയി ആവശ്യത്തിന് ഫോട്ടോസും വീഡിയോസും എടുത്തു. നല്ല തണുപ്പുണ്ടായിരുന്നെങ്കിലും വെയിലടിക്കുന്നതുകൊണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കണ്ണിനും ഫോണിനും ആവശ്യത്തിന് കിട്ടിയപ്പോൾ വയറിനും വാശി. അടുത്തുള്ള ഒരു സ്കൂളിന്റെ വരാന്തയിലേക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോയി. അപ്പോഴാണ് അറിയുന്നത് സ്കൂൾ ഇപ്പോൾ ടെമ്പററി ആയിട്ട് ആർമി ക്യാമ്പാണ്. ഞങ്ങളെ കണ്ട ആർമിക്കാർ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഫുഡ് ഉണ്ടാക്കലായിരുന്നു ഞങ്ങൾ പരിപാടി എന്ന് അറിഞ്ഞ ആർമിക്കാർ അവരുടെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ക്ഷണിച്ചു. ഞങ്ങൾ റൂമൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ആർമിക്കാർ ഓരോ കൂടെ തന്നെ ക്യാമ്പിൽ സ്റ്റേയും സെറ്റാക്കി തന്നു. കുറച്ച് കഴിഞ്ഞ് ക്യാമ്പിൽ നിന്ന് ഒരു ചായയും കുടിച്ച് വില്ലേജ് വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി. വില്ലേജ് ഒക്കെ കണ്ട് തിരിച്ച് ക്യാമ്പിൽ എത്തിയപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രിയിലെ ഫുഡും കഴിച്ച് ക്യാമ്പിൽ സ്റ്റേ ചെയ്തു. രാത്രിയിലൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. -15 ആയിരുന്നു ടെമ്പറേച്ചർ. പക്ഷേ ക്യാമ്പിലായതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ചൂടുവെള്ളവും സ്ലീപ്പിംഗ് ബാഗും എല്ലാം അവരെ തന്നെ സെറ്റാക്കി തന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ നീച്ച് ഫ്രഷ് ആയി ഒരു ചായയും കുടിച്ചു. അടുത്തുള്ള റിവറിന്റെ സൈഡിലെ വെള്ളമൊക്കെ ഐസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഫുഡും കഴിച്ച് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ PO ലേക്ക് തന്നെ തിരിച്ചിട്ടോ.